മോളെ ബൈ. ഇന്നത്തെ ന്യൂസ് പപ്പായി പപ്പ പേപ്പർ എടുത്ത് നോക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ മോളെ. പിന്നെ എന്തുണ്ട് മോക്ക് സുഖമാണോ? രാവിലെ എഴുന്നിട്ട് എന്താ പ്രാർത്ഥന ചൊല്ലിയത്? പാവന സന്നിധിയാണ് എന്നോ കർത്താവേ, കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുഷ്യകുലത്തിൻ പാലകനെ വിനയമുടങ്ങി വാഴ്ത്തുന്നു. ശാന്തി അനുഗ്രഹവും പാപപ്പൊറുതിയും അല്ലണമേ. ഓ വെരി ഗുഡ്. ഈ മുഴുവൻ പ്രാർത്ഥനയും ചൊല്ലിയായിരുന്നോ? ആദ്യമേ കുരിശ് വരയ്ക്കും, എന്നിട്ട് ഈ പ്രാർത്ഥന എഴുതും. ഞാൻ കുരിശൊന്ന് വരയ്ക്കട്ടെ. അപ്പൊ നോക്കട്ടെ എങ്ങനെയാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 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 വെരി ഗുഡ്. ആ മോളെ ദേ ചായ വന്നു. കാപ്പിക്ക് ഇഡലി സാമ്പാർ വട എല്ലാം ഉണ്ടായി. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞോ? നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. രാവിലെ മോള് എഴുന്നേറ്റ് വരുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി എന്നെ കേൾപ്പിച്ചു. ഒരു കാര്യം ചെയ്, രാവിലെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയാക്കിക്കോ. മോളെ ചായ എങ്ങനെയുണ്ടടി? ഇടി ഇച്ചിരി മധുരം കൂടുതലടി. കറക്റ്റ് മധുരമാണോ? ആ കൊള്ളാം അല്ലേ? നല്ല ചായ അല്ലേ? എൻ്റെ പേര് സിൽവസ്റ്റർ വിവേര. ഞാൻ ആലപ്പുഴയിൽ താമസിക്കുന്നു. ആലപ്പുഴ കൊമ്മാടി ഇടവയിലാണ് എൻ്റെ പള്ളി. ഇത് എൻ്റെ മോളാണ്, എൻ്റെ മോൾ റോസ്മേരി. അപ്പുറത്തിരിക്കുന്നത് മോളി, എൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമാകുന്നു. ഇനി എൻ്റെ മോള് പരിചയപ്പെടുത്തും. എനിക്ക് പേടിയെന്ന് പറഞ്ഞാണല്ലോ ഈ സാധനം മുമ്പിലിരിക്കുന്നതാണ് എനിക്ക് പേടി. ഞാൻ പറയുന്നത് ശരിയാണോ, ശരിയാവോ, കറക്റ്റ് ആണോ? എനിക്കൊരു പേടിയില്ല. എനിക്കൊരു പേടിയില്ലേ? അപ്പൊ ബൈബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് വായിക്കുമല്ലോ പള്ളികളിലൊക്കെ. അതുപോലെ ഒരു ബൈബിൾ ഒരു പ്രസംഗം പറയുന്ന രീതിയിൽ അങ്ങോട്ട് അടിപൊളിയായിട്ട് മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോ ഈശോ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പറ, നല്ല സ്മാർട്ടായിട്ട്. ഞാൻ റോസ്മേരി. ഞാൻ കൊമ്മാടിയിലാണ് താമസിക്കുന്നത്. കൊമ്മാടി പള്ളിയാണ് എൻ്റെ ഇടവക. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സാക്ഷരതാ മിഷനിൽ പരീക്ഷ എഴുതാനായിട്ട് 10ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെയാണ്. ഇന്നാള് ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ സേവ്യർ കാനച്ചൻ എന്നെ കാണും നല്ല ഉപദേശം തന്നു. നീ എപ്പോഴും കൊന്തയില്ലണം, നീ എപ്പോഴും പ്രാർത്ഥിക്കണം, നിന്റെ ഈ സഹനം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സേവ്യർ കാനച്ചൻ പറഞ്ഞ അനുസരിച്ച് എപ്പോഴും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി കാഴ്ചവെക്കുകയും ചെയ്യുന്നു. എനിക്ക് നടക്കാൻ പറ്റാത്തതിനാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ പഠനം നടത്തുന്നു. പിന്നെ എൻ്റെ പപ്പ ഗൾഫിലായിരുന്നു.
എനിക്ക് വേണ്ടി പപ്പ ജോലിയെല്ലാം രാജിവെച്ച് പോകുന്നു. ഇപ്പം എനിക്ക് വേണ്ടി ഒരു വണ്ടി എടുത്തു. പിന്നെ അത് വണ്ടി പപ്പ ടാക്സി ആയിട്ട് പെർമിറ്റ് എടുത്ത് ഓടിക്കുന്നു. ജോലിയെല്ലാം രാജിവെച്ചിട്ട് ഇപ്പം എന്നെ ശുശ്രൂഷിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. എൻ്റെ മോള് 7.5 മാസത്തിൽ ഞങ്ങൾക്ക് ജനിച്ചു. അത് കഴിഞ്ഞ് ഇൻറ്റുമേറ്റിനകത്തൊക്കെ ഇട്ടാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്താണ് കുഞ്ഞിനെ എടുത്തത്. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ പെടലി ഉറയ്ക്കുന്നില്ല, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടിപ്പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് സുഖമില്ല, സെറിബ്രൽ പാളിസിയാന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചികിത്സ ആരംഭിച്ചു. പല പല ആശുപത്രികളിലും പോയി, പല ഡോക്ടേഴ്സിനും പ്രൊഫസർമാരെ എല്ലാവരെയും കണ്ടു. എല്ലാവരും പറയുന്നത് ന്യൂറോയുടെ പ്രശ്നമാണ്, ന്യൂറോളജിക്കൽ പ്രശ്നമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഇത് ബൈ ബർത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനെ കൊണ്ട് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളായിരുന്നു കുഞ്ഞിന് ചികിത്സ. ഓരോ ദിവസവും ഞങ്ങൾ ഇവിടുന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയും ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുകയും ചെയ്യുമായിരുന്നു. 3.5 വയസ്സ് വരെ ഞങ്ങളത് മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് ടി വിയിലൊരു പരസ്യം കണ്ടത്. തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകതരം ചികിത്സയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇങ്ങനെ 3.5 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു ഡോക്ടർ ഒരു സിസ്റ്ററിനെ, ഒരു കന്യാസ്ത്രീ അമ്മയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അത് മേഴ്സി ഹോം എന്ന് പറയും, ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. ആ സിസ്റ്റർ ജർമ്മൻ ടെക്നോളജിയിൽ ഫിസിയോതെറാപ്പി ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. ആ സിസ്റ്റർ മോളെ 3.5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ മോളെ ഫിസിയോതെറാപ്പി ചെയ്തു. അത് എല്ലാം ശരീരത്ത് പ്രസ് ചെയ്യണം, ഓരോരോ മർമ്മത്തിൽ പ്രസ് ചെയ്യുമ്പോൾ കൈയും കാലും അനക്കുമായിരുന്നു. അതുവരെ കുഞ്ഞ് കയ്യോ കാലോ ഒന്നും അനക്കത്തില്ലായിരുന്നു, നടക്കത്തുമില്ലായിരുന്നു. 10ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ വീണ്ടും മാതാമൃതാൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടുത്തെ ഡോക്ടറും പറഞ്ഞു മോളുടെ അസുഖം ന്യൂറോയാണ്, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് മോളുടെ 2 ഹിപ്പും വിട്ട് നിൽക്കുകയായിരുന്നു, ഡിസ്ലോക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ആ ബോൺ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഉടനെ ഓർത്തോയിലേക്ക് മാറ്റി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉടനെ നാട്ടിൽ വരികയും ഡോക്ടറെ വന്ന് കാണുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിത് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു നമ്പറും ഡോക്ടറേ ഉള്ളൂ, ഡോക്ടർ ബെഞ്ചമിൻ ജോസഫ്, അതിവിടെങ്ങും അല്ലാതെ മണിപ്പാലിലാന്ന് പറഞ്ഞു. അങ്ങനെ മണിപ്പാലിലേക്ക് ഈ മോളെയും കൊണ്ട് ഞങ്ങൾ പോയി ഡോക്ടർ ബെഞ്ചമിൻ ജോസഫിനെ കണ്ടു. അവിടെ വെച്ച് ഡോക്ടർ മോളെ അഡ്മിറ്റ് ചെയ്യുകയും മോളുടെ 2 ഹിപ്പും ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അനവധി മാസങ്ങൾ ഞങ്ങൾ റെസ്റ്റിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഈ ഇരിക്കുന്ന വാക്കറിൽ 10ാമത്തെ വയസ്സ് മുതൽ ഞങ്ങൾ കുഞ്ഞിനെ പയ്യെ നടത്തിക്കാൻ തുടങ്ങി. ആ ചികിത്സകൾ ഇങ്ങനെ ഈ 17 വർഷവും അതേ ഡോക്ടറെ ചികിത്സയായിരുന്നു ഞങ്ങൾക്ക്. ഈ കുഞ്ഞിനെ കാണിക്കുന്നതും മണിപ്പാലിലായിരുന്നു. ഈ ഡോക്ടർ ബെഞ്ചമിൻ ജോസഫായിരുന്നു. അവരുടെ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കി അവൾക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ മോൾക്ക് 28 വയസ്സായി. ഈ എത്രയും കാലവും ഞങ്ങളുടെ ഈ റോസ്മേരിയെ വളരെ സന്തോഷപൂർവ്വമാണ് നോക്കിയിരിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമാണ്. അത് ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് മാത്രമേ ഞാനും എൻ്റെ ഭാര്യയും കരുതിയിട്ടുള്ളൂ. എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 28 വർഷവും എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. ഈ കുഞ്ഞിൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണ്ടറിഞ്ഞ് സഹിച്ചും ക്ഷമിച്ചും ഇവക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവളെ മുന്നോട്ട് കൊണ്ടുപോകും. ഗൾഫിൽ നിൽക്കുമ്പോഴും എൻ്റെ മകളെക്കുറിച്ച് ഈ കഴിഞ്ഞ 9 വർഷവും, എൻ്റെ മോൾക്ക് 1 വയസ്സിൽ 9 വർഷവും ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് എൻ്റെ മോളെക്കുറിച്ച് വിഷമിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും രാത്രികളിൽ ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ കിടക്കയിൽ കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ഓർത്ത്. എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ദൈവം തന്നു, ദൈവം എടുത്തു. 2ാമത് കിട്ടിയ മോളാണ്. അവൾ 7 മാസത്തിൽ വന്നു. അവൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു മനോവിഷമത്തോടെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. ആ സമയത്ത് എനിക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന വഴി എൻ്റെ നടുവിനൊരു വെട്ടലുണ്ടായി. ഞാൻ ഓട്ടോമൊബൈൽ മെക്കാനിക്കായിരുന്നു, വർക്ക്ഷോപ്പിൻ്റെ ഫോർമാനായിരുന്നു കമ്പനിയുടെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ജോലി ചെയ്തപ്പോൾ എൻ്റെ നടുവ് വെട്ടി. ആ നടുവ് വെട്ടലോടുകൂടി വീണ്ടും
ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് സഹനത്തിലേക്ക് കിടക്കുകയായിരുന്നു. 19 ദിവസം ഞാൻ കിടന്ന കിടപ്പിൽ കമ്പനിയിലെ ബെഡിൽ കിടക്കുകയായിരുന്നു. എനിക്ക് ഒരു ഇഞ്ച് അങ്ങോട്ടോ അനങ്ങാനോ തിരിയാനോ സാധിക്കുന്നില്ലായിരുന്നു. എൻ്റെ നട്ടലിനോ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടെ 2-3 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. എല്ലാവരും പറഞ്ഞു നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഡിസ്ക് ബഡ്ജായി പുറത്തോട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പം ഞാൻ അവിടെ അബുദാബിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അബുദാബി സെൻറ്റ് ജോസഫ് ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ കരസ്മാറ്റിക് ഗ്രൂപ്പിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും എല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ കരസ്മാറ്റിക് ഗ്രൂപ്പിലുള്ളവർ അംഗങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവിടെ ഒരു ധ്യാനം വന്നു. അപ്പോഴത്തേക്കും ആ അച്ഛൻ്റെ പേരെന്നായിരുന്നു മോളെ? അച്ഛന്റെ പേര് ആന്റണി. ആന്റണി അല്ലേ, ജോർജ് അച്ഛനല്ലേ? ജോർജ്. ഏതോ ഒരു അച്ഛൻ വന്നിരുന്നു. ആ അച്ഛനുമായിട്ട് ഞാനൊരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ എനിക്കൊരു ടൈം തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനുമായിട്ട് വന്ന് കൗൺസിലിങ് ചെയ്ത് അച്ഛൻ വളരെ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ കുറച്ച് നേരം ഞങ്ങൾ തമ്മിൽ കൗൺസിൽ ചെയ്യും. എന്നെ മുട്ടുകുത്തിയിട്ട് ബൈബിള് എൻ്റെ തലയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ കൗൺസിലിംഗ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം തന്നെയായിരുന്നു. അപ്പോഴും ഞാൻ നടുവിന് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് പോയിക്കുന്നത്. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക, നീ ഒരു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാനിത് ചെയ്തു. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. എന്നെ വേദനിപ്പിച്ചവരോടും എന്നെ അപമാനിച്ചവരോടും എന്നെ പരിഹസിച്ചവരോടും അത് കണക്ക് തന്നെ എന്നെ ഏതൊക്കെ രീതിയിൽ ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ മാപ്പ് കൊടുത്തു. കർത്താവേ, നിൻ്റെ മക്കളെ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ നാമത്തിൽ ഇതാ അവരുടെ കാൽക്കൽ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നോട് കരുണയായിരിക്കണേ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ഓരോ ദിവസവും ഞാനിങ്ങനെ മുന്നോട്ട് പോകും. അതിൻ്റെ കൂടെ എൻ്റെ മകളെക്കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഞാൻ കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം, എനിക്ക് ബൈബിൾ വായിക്കണം. അങ്ങനെ ഞാൻ റൂമിൽ വരികയും ഞാൻ ബൈബിൾ എടുത്ത് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എന്നോടങ്ങ് സംസാരിക്കണേ കർത്താവേ, എൻ്റെ ഈ അസുഖം നീ മാറ്റിത്തരണേ, എൻ്റെ വേദനകൾ നീ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു. യെശയ്യായുടെ പുസ്തകം 44-ാം അധ്യായം 21 തിരുവചനങ്ങളായിരുന്നു. ആ വചനത്തിലൂടെ ദൈവമായ കർത്താവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. അതിലൂടെ എന്നെ സുഖപ്പെടുത്തുകയായിരുന്നു. ആ വചനം ഇതായിരുന്നു: യാക്കോബേ, നീ ഓർമ്മിക്കുക, ഇസ്രായേലെ ഓർമ്മിക്കുക, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിൻ്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക, പർവ്വതങ്ങളെ വനമേ വനവൃക്ഷങ്ങളുമേ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ എൻ്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച്? കർത്താവോടെ ശാസിക്കുകയായിരുന്നു. ആരുണ്ടായിരുന്നു എന്നോടൊന്നിച്ച്? നീ ആരാണ് ഈ ഭൂമിയിൽ? നിനക്കെന്തും മേന്മയാണ് ഉള്ളത്? എല്ലാം ദാനമായി തന്നിരിക്കെ നീ എന്തിന് നീ അഹങ്കരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരം മാസകലം എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ശക്തി പ്രാപിച്ചെന്നുള്ള ഞാൻ വിയർത്ത് കുളിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ സ്തുതിപ്പുകൾ അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ നാവിനെ പോലും നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ സ്തുതിച്ച് അവസാനം ഞാൻ എൻ്റെ അരയിൽ ബെൽറ്റ് അടിച്ച് മാറ്റി. ആ സമയം തന്നെ എൻ്റെ വേദന മാറിപ്പോയി. അതുപോലെ തന്നെ എൻ്റെ മകളെക്കുറിച്ചുള്ള വിഷമം അതിഭയങ്കരമായിരുന്നു. 9 വയസ്സ് വരെ ഞാൻ എല്ലാ ദിവസവും ഞാൻ കിടന്ന് കരയുമായിരുന്നു. പക്ഷേ ആ വചനത്തിലൂടെ ദൈവമായ കർത്താവ് പറയുന്നു, ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിൻ്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണെന്ന് പറയുന്നു. അപ്പോഴെനിക്ക് ബോധ്യമായി, പ്രിയപ്പെട്ടവരെ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ദൈവം തന്നെയല്ലോ എൻ്റെ മകൾക്ക് ജന്മം കൊടുത്തത്. അപ്പോൾ ഞാൻ കർത്താവിനോട്, എൻ്റെ കർത്താവേ, അങ്ങ് എനിക്ക് ദാനമായി തന്ന മകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവിഷ്ടം എന്തോ നിറവേറട്ടെ. എത്ര കാലം വേണമെങ്കിലും ഞാനിവളെ തോളിലേറ്റ് നടത്താമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം എൻ്റെ വേദന മാറുകയായിരുന്നു.
ഒരു സൗഖ്യമായിരുന്നു അവിടെ. അത് കഴിഞ്ഞു മുതൽ എനിക്ക് എൻ്റെ മകളെക്കുറിച്ച് സന്തോഷമായി. എൻ്റെ ദൈവമേ, എനിക്ക് ഇങ്ങനൊരു മകളെ നീ ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് ഞാനതിനെ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നു, ഇസ്രയേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുമെന്ന് പറയുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ അബുദാബിയിലും ദുബൈയിലും പല പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും പല ഹോം മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ പോയി കർത്താവിന് വേണ്ടി ഞാൻ സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ നാട്ടിൽ തിരിച്ചു വന്നു ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തി. ഇന്നിപ്പോൾ 18 വർഷമാകുന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ നടുവ് തന്നെ മാറിപ്പോയി. പക്ഷേ എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്, ഇനിയും നിങ്ങളുടെ വേദന കൂടും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിങ്ങളുടെ ദിനചര്യ വരെ ബുദ്ധിമുട്ടാവും എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ബെൽറ്റ് അഴിച്ചു മാറ്റി എന്നോട് പറഞ്ഞ ഡോക്ടറെ അടുത്ത് ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ ബെൽറ്റ് കൊണ്ട് മുന്നിൽ വെച്ച് ഡോക്ടർ ചോദിച്ചു, എന്താണിത്? ഞാൻ പറയും, ഡോക്ടറെ, എൻ്റെ വേദന മാറി. എന്നോട് എങ്ങനെ മാറി? ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ആളിൽ എങ്ങനെ മാറി? ഞാൻ പറഞ്ഞു, എന്നെപ്പോലെ വേദനിക്കുന്ന അനേകം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡോക്ടറെ. ഞാൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. മറ്റുള്ള ഞാൻ എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം എന്നിൽ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്കിപ്പോൾ ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞു. ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ കണ്ണീന്ന് കണ്ണുനീര് വന്നു. അദ്ദേഹം പറഞ്ഞു, സിൽവസ്റ്റർ, ഇനി നിങ്ങൾക്ക് ഒരു ചികിത്സയുടെ ഒരു ഓപ്പറേഷൻ്റെയും കാര്യമില്ല, ദൈവം നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷമാവുന്നു, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്തു. എൻ്റെ മകളുടെ കൂടെ എൻ്റെ നാട്ടിൽ എൻ്റെ മകളെ ശുശ്രൂഷിച്ചുള്ളൊരു ജീവിതം എനിക്ക് മതി. ദൈവം എനിക്ക് ദാനമായി തന്ന എൻ്റെ മകളാണ്. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. എൻ്റെ മകളെ ശുശ്രൂഷിക്കുകയും എൻ്റെ ഭാര്യയോടൊത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. നിറഞ്ഞ് സംസാരിച്ച് പേടിയെല്ലാം മാറി. കർത്താവാണ് ഇത്രയും സംസാരിച്ചത്. ആമേൻ. കർത്താവിന് നന്ദി പറയാം. എന്തെങ്കിലും അത് പറ. അപ്പ എത്ര നേരമായി സംസാരിക്കുന്നത്? അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും അത് പറ. എന്നെ പറയുമ്പോ ഇച്ചിരി പൊക്കി പറയാ കേട്ടോ. അത് ശരി. നമ്മള് സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയാ എത്തിയിരിക്കുന്നത്? അച്ഛാ, വിശ്വസിയായിരിക്കട്ടെ. റോസ്മേരി, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. റോസ്മേരി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ആ, ഈ വന്നിരിക്കുന്ന കാര്യമാണെന്ന് റോസ്മേരിക്ക് അറിയാവോ? അച്ഛൻ്റെ അവിടുത്തെ പിള്ളേരാ. ആണല്ലേ? ആയിക്കൂടെ തിരുബാല സഖ്യംകാരുണ്ട്, ജീസസ് യൂത്തുകാരുണ്ട്. അവരുടെ സമ്മാനമാണ് ഇതിനകത്തൊക്കെ മിഠായി ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇവര് പലതവണ നമ്മള് റോസ്മേരിയുമായിട്ട് ജീസസ് യൂത്തിലെ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ട്, നമ്മുടെ ഓപ്പറേഷന്റെ സമയത്തൊക്കെ അവർ വന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ആസാമിൽ നിന്ന് വന്നവരൊക്കെ അല്ലേ? ആസാംകാര് അവര് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇംഗ്ലീഷില്. അതെ അതെ. ഇനി റോസ്മേരിക്ക് എന്തൊക്കെയാണ് ഇവിടെ ചോദിക്കാനുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആരൊക്കെയാണ്, പേരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? മോടെ പേരെന്നാ? മോടെ പേര് സച്ചിൻ. സോനു. ഞാൻ സിയ പഠിക്കുന്നു. ഇവരൊക്കെ ഈ സമയത്ത് റോസ്മേരിയെ കാണാൻ വരുന്നത് നമ്മള് ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാനുഭവമൊക്കെ ആണല്ലോ. ഈശോ തന്നെ പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു നോമ്പുകാലത്തിന്റെ അരൂപിയും. നമ്മുടെ സംഘടനകള്, വിവിധങ്ങളായ കൂട്ടായ്മകൾ, കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ കൂട്ടായ്മയിൽ
റോസ്മേരിയെ പോലെയുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈശോയുടെ രൂപമായിട്ട് ഇവരെ കാണാൻ സാധിക്കണം. റോസ്മേരിയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഇവര് സന്തോഷിക്കുകയാണ്. ആർക്കാ സന്തോഷം കിട്ടുന്നത്? ഇവർക്ക് കൂട്ടുകാർക്ക് സന്തോഷം, റോസ്മേരിക്ക് സന്തോഷമല്ലേ? എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഇവരും ഒക്കെ അങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പൊ റോസ്മേരിയുടെ സന്തോഷത്തിനായിട്ട് നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ആകുന്നത് നല്ലതല്ലേ? നമുക്ക് വെറുതെ പോകാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നമുക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ട് അത് സന്തോഷിക്കുകയും ചെയ്യാം. എന്റെ നെഞ്ചിനുള്ളിലൊരു പാട്ടുണ്ട്, ആ പാട്ടിനുള്ളിലൊരു താളമുണ്ട്, ആ താളത്തിനൊത്തൊരു ചുവടുണ്ട്, ആ ചുവടിനും പാട്ടിനും നടുവിൽ ഈ കഴിവുകൾ തന്നൊരു ദൈവമുണ്ട്. എന്റെ ജീവന്റെ ജീവനായ ദൈവമുണ്ട്, ഈ കഴിവുകൾ തന്നൊരു ദൈവമുണ്ട്. എന്റെ ജീവന്റെ ജീവനായ ദൈവമുണ്ട്. ദിം ദിം തരതര ദിം ദിം തരതര ദിം ദിം തരതര അരേ വാ ദിം ദിം തരതര ദിം ദിം തരതര ദിം ദിം തരതര അടിപൊളി ഡാൻസ്. ഇങ്ങനെ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, പാടാനും ആടാനുള്ള കഴിവുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് അത് സുവിശേഷമാകുന്നത്. നമ്മുടെ ജീസസ് യൂത്തിലെ കൂട്ടുകാര് റോസ്മേരിക്കായിട്ട് കൊണ്ടുവന്ന ഒരു സമ്മാനമുണ്ട്. അത് അവരിപ്പോഴ് റോസ്മേരിക്ക് നൽകുകയാണ്. ഒരുപാട് ജപമാല ചൊല്ലുകയാണല്ലോ റോസ്മേരി അല്ലേ? എപ്പോഴും അപ്പൊ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒക്കെ എപ്പോഴും ഈ ജപമാല ചൊല്ലാൻ സാധിക്കട്ടെ. അച്ഛന്റെ ഒരു സമ്മാനമുണ്ട്. ഇത് എന്ത് കുരിശാണ് റോസ്മേരിക്ക് അറിയാവോ? ഈ കുരിശിന്റെ പേര് ബെനഡിക്റ്റൈൻ ക്രോസ് എന്നാണ് പറയുന്നത്. ഇപ്പുറത്തെ വശത്തും ഉണ്ട്. അപ്പൊ ഇത് പൈശാചിക പീഡകളിൽ നിന്നൊക്കെയുള്ള ഒരു ബന്ധനത്തിനും വിടുതലിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഇത് വെച്ച് പ്രത്യേകിച്ചും ഈ ഒരു കാലയളവില് ലോകത്ത് രോഗങ്ങളും മറ്റു തിന്മകളും ഒക്കെ പടരുകയാണല്ലോ. അപ്പൊ മോളിതും കൂടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. റോസ്മേരി അപ്പോൾ ഒരുപാട് സന്തോഷമായല്ലോ അല്ലേ? എല്ലാരെയും കാണുവാൻ, ഇന്നെല്ലാരുമായിട്ട് ഒത്തുകൂടാനും, എല്ലാവരുടെ ഡാൻസ് കാണുവാനും, എല്ലാവരുടെ പാട്ട് കേൾക്കുവാനും, ഈ പാട്ടിലും എല്ലാവരും കൂടെ പങ്കുകൊള്ളുവാനും, പ്രാർത്ഥന കൂടുവാനും, എല്ലാവരും എന്നെ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഡാൻസ് കളിച്ച് കാണിക്കുക എല്ലാം ചെയ്തതിന് നിങ്ങളുടെ വന്ന എല്ലാവരുടെയും പേരിൽ, അച്ഛൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വകയൊരു സമ്മാനം. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക, ഇടറിടാതെ ഞാൻ നല്ലിടായനോടെന്ന് പ്രാർത്ഥിക്കുന്നിതാ. മുൾകിരീടം ചാർത്തിയ ജീവദായക, മുൾത്തടത്തിൻ്റെ നീ കേട്ടിടല്ലയോ. മഹീയ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിരാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞു കണ്ണു നീർക്കണങ്ങളാൽ. അന്ധകാര വീതിയിൽ തള്ളിടല്ല രക്ഷക, അന്തരംഗ നൊന്തു കേണിതാ. പിന്നെ എന്തൊക്കെയാ വിശേഷം പറ? നല്ല വിശേഷം. ഞാൻ എപ്പോഴാച്ചൻ്റെ കാര്യം ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ റോസ്മേരിയെ കാണുന്നത് ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായിട്ടാണ് കാലം മുതൽ. കാരണം റോസ്മേരിയെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു തുടങ്ങിയിട്ടൊരു 10 വർഷത്തോളമാകുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പോലും ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ സഹോദരിയെ, ഒരു മോളെ കണ്ടെത്തിയതിൻ്റെ വലിയ സന്തോഷം എനിക്കുണ്ട്. പ്രത്യേകിച്ചും ഇതേ പ്രായത്തിലോ ഒക്കെയുള്ള നമ്മുടെ മക്കളെ നമുക്ക് ദേവാലയങ്ങളിൽ നിന്നൊക്കെ അടുത്ത് കിട്ടാറില്ല. ഇവിടെ വ്യത്യസ്തമായിട്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത് 4 ചുവരുകൾക്കുള്ളിലായി പോകുന്ന ഒരു മകള്, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു തരത്തിലും നിരന്തരമായ ദേവാലയത്തിൽ വരാനോ വിശ്വാസ രൂപീകരണത്തിനോ സാധിക്കാത്ത ഈ മകളുടെ പ്രാർത്ഥനാ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വരുമ്പോൾ ഈ ഷാലോം TV കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോളെ കാണാറുണ്ട്. അവളോട് പറയുന്നത് തന്നെയും അവളുടെ രൂപീകരണത്തിൽ സഹായമായിരിക്കുന്നത് ഈ ഷാലോം TV എന്ന മാധ്യമമാണ്. അതിൽ വരുന്ന എല്ലാ പ്രാർത്ഥനകളും തന്നെ ഈ മകൾക്ക് കാണാപ്പാടമാണ്.
അതിൽ തന്നെയും ഈ ആരാധനാക്രമങ്ങളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റോസ്മേരി, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ റോസ്മേരിക്ക് എല്ലാം തന്നെ അറിയാമല്ലോ. നമ്മുടെ കുർബാനക്രമങ്ങളിൽ, നമ്മുടെ സീറോ മലബാർ ക്രമത്തിലെ കുർബാനയിലെ തുടക്കങ്ങളിലെ ചിലതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാവൂ? അന്നാ പസ്കാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. ഏറ്റവും മനോഹരമായിട്ട് സീറോ മലബാർ ക്രമത്തിലെയൊക്കെ ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ആണ് മോള് പാടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പലപ്പോഴും അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മലങ്കര കുർബാനയിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതായിട്ട്. അതും ഒന്ന് ചൊല്ലിക്കേ കേൾക്കട്ടെ. ആദ്യം മുതലേ ചെല്ലാം. മറ്റേ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ ആദ്യം മുതലേ ചൊല്ലിയിട്ടില്ല. നിന്നെ പ്രസവിച്ച മറിയാമോ, നിനക്ക് മാമോദീസ മുഖേ യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുക, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സീറോ മലബാറിൽ സുന്ദരമായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോഴ് മലങ്കരയിലെ പ്രാർത്ഥനകളും നന്നായി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് റോസ്മേരിക്ക് തമ്മിൽ വ്യത്യാസം? എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോ നല്ല ഇതായിട്ട് തോന്നുന്നു. എന്നെ ആരും പഠിപ്പിച്ചല്ല, ഞാൻ TV-യിൽ ചൊല്ലുന്ന കേട്ടിട്ട് ശ്രദ്ധിച്ച് കേട്ട് ഞാൻ പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ലത്തീൻ ക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കൂടി ഒന്ന് പ്രാർത്ഥിച്ചു. ആദ്യമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, അങ്ങേ ആത്മാവോടും കൂടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം. പിന്നെ അത് സർവശക്തനായ ദൈവത്തോടും. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ ഒരു ഗുണവും ഫലവും ഒക്കെ. പലപ്പോഴും ആരാധനാക്രമത്തിൽ വിശ്വാസികൾ, ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഞാനും വിശ്വാസികളായ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ട ഒരു ആത്മീയ കൃപയാണ് ഈ മകള് ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഞാൻ ഈ മകളിൽ കാണുന്ന ചില നന്മകളെ പ്രത്യേകമായിട്ട് എന്നെ സ്പർശിച്ചിട്ടുള്ളത്. ഈ കുടുംബം തന്നെയും എനിക്ക് വലിയ ഒരു അത്ഭുത സാക്ഷ്യമാണ്. സിൽവസ്റ്റർ മോളി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് റോസ്മേരി. ഈ മകളുടെ യാതൊരു തരത്തിലുള്ള ബലഹീനതകളോ പോരായ്മകളോ ഈ കുടുംബത്തെ ബാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ മകളുടെ കൂടെ നമ്മൾ ചിലവഴിക്കുമ്പോഴൊക്കെയും ഒരു വിശ്വാസത്തിൻ്റെ നിറവും നന്മയുമൊക്കെ നേടിക്കൊണ്ടാണ് ഈ മകളുടെ മുമ്പിൽ നിന്ന് പോകാൻ സാധിക്കുന്നത്. അതിലൊരു അത്ഭുതം ഞാൻ കേട്ടിട്ടുള്ളത്, ഈ മകളെ പഠിപ്പിക്കാൻ സന്നദ്ധരായിട്ട് വന്നിട്ടുള്ള ചെറിയ ക്ലാസ് മുതൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ വരെയും പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളവർക്കൊക്കെയും സഹായിച്ചിട്ടുള്ളവർക്കൊക്കെയും ചെറുതും വലുതുമായ ജോലികളൊക്കെ പെട്ടെന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം. കർത്താവിന് വേണ്ടി അവിടുത്തെ സുവിശേഷത്തെ പ്രതി ഈ മകളെ സഹായിക്കാൻ വരുന്നവരെ ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസമൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ താല്പര്യമുള്ളവരാകണം. സഹനങ്ങളൊക്കെയും സ്വീകരിച്ചുകൊണ്ട് ഈ സഹനങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വാസം പങ്കുവയ്ക്കുന്ന ഇങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന വിശുദ്ധരെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ കിട്ടുന്ന സഹനങ്ങളെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് ഒരു പെസഹ തിരിപോലെയൊക്കെ ജ്വലിക്കുന്ന ഈ റോസ്മേരിയുടെ പ്രാർത്ഥന തീർച്ചയായും എനിക്കും ലോകത്തിനും നമുക്കെല്ലാവർക്കും ഒക്കെ ഉപകാരപ്പെടും. ലോകം ഒരുപാട് സമാധാനത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഭാരതത്തിലാകട്ടെ ഇതര രാജ്യങ്ങളിലാകട്ടെ ഇപ്പോൾ വന്ന ഈ കൊറോണ വൈറസിന് പോലും അങ്ങനെയുള്ള ചില ധ്വനികളുമൊക്കെ ലഭിക്കുകയുണ്ടായി. അതൊരു ജൈവ ആയുധമാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കും, നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ മകളുടെ പ്രാർത്ഥനയും കേൾക്കുന്നത് നല്ലതായിരിക്കും. മോളെ ആ ഒരു പ്രാർത്ഥന കൂടി ഒന്ന് ചൊല്ലാമോ? സമാധാന പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷം വളർത്ത, സ്നേഹവും ദ്രോഹം വളർത്ത, ക്ഷമേ, സന്ദേഹം വളർത്ത, വിശ്വാസവും നിരാശ വളർത്ത, പ്രത്യാശയും സ്വന്തമുള്ള സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്രയിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ. റോസ്മേരിക്കും കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും ഈ ഉയിർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ നേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.